അപ്പോൾ ഈ ജീവൻ ഗർഭകോശത്തിൽ ഇരുന്നിട്ട് ഒരു ശരീരം തനിക്ക് ചുറ്റും ഉണ്ടെന്ന് ഭാവന ചെയ്യുന്നു, അതുമായി താതാത്മ്യപ്പെടുന്നു. അത് ഭ്രമത്തിലൂടെയാണ് ആ താതാത്മ്യം. വെറുതെ തനിക്കൊരു ശരീരമുണ്ട് എന്ന് കരുതുന്നു. തത്തത് ഭൂതതന്മാത്രാണ്. ഈ ജീവന് ചുറ്റും ശരീരം രൂപപ്പെടുന്നത് തന്നെ തനിക്കൊരു ശരീരമുണ്ട് എന്നുള്ള സങ്കല്പം കാരണമായിട്ടാണ്. അങ്ങനെയാണ് പഞ്ചഭൂതാത്മകമായ ഒരു ശരീരം ഈശ്വരൻ്റെ സഹായത്തോടുകൂടി ഓരോ ജീവനും ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ജീവികളും ജീവികളുടെ സന്താനങ്ങളും നശിക്കുന്നു. സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പൊന്തിയതാണ്, അത് നശിച്ചേ പറ്റൂ. സങ്കല്പങ്ങൾ നശിക്കുമ്പോൾ ദൃശ്യപ്രപഞ്ചവും നശിക്കും. ആത്മാവ് സങ്കല്പത്തിലുള്ള ഒന്നല്ല, അത് സങ്കല്പത്തിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. സങ്കല്പങ്ങൾക്ക് അധിഷ്ഠാനമായി വിലസുന്നതാണ്. അതുമാത്രമേ സത്യമായിട്ടുള്ളൂ. ഏതേഭ്യോ ഭൂതേഭ്യ സമുത്ഥായ താന്യേവ അനുവിനശ്യതി. ജനിച്ചവയെല്ലാം തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളുടെ ശരീരങ്ങളെപ്പോലെ നാശത്തെ അനുധാവനം ചെയ്യുന്നു. യദ്യത് ഭവന്തി തദാഭവന്തി ഇത്യാദി ശ്രുതേരിതി ഭാവ. എന്തൊക്കെ ഇവിടെ ജനിക്കുന്നതായി കാണപ്പെടുന്നുവോ അതൊക്കെ ഇല്ലാതായിത്തീരുകയും ചെയ്യും. ഈ പ്രപഞ്ചം എന്നുള്ളത് ഉണ്ടായി മറയുന്നതാണ്, അല്ലെങ്കിൽ ഉണ്ടായി നശിക്കുന്നതാണ്. ഇത് വാസ്തവമല്ല. ഇത് എത്ര കാലം നിലനിന്നാലും, എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ ഈ ലോകം നിലനിന്നാലും അതിന് ഒരു നാശം ഉണ്ട്. നശിക്കാത്ത ഒന്നും ഉണ്ടാവില്ല. നശിക്കാത്തത് ജനിക്കില്ല എന്ന് മനസ്സിലാക്കണം. ജനിച്ചാൽ നാശം ഉറപ്പ്. നശിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാത്ത ഒന്നായിരിക്കണം. ജനിച്ചോ തൊലഞ്ഞു, അവൻ്റെ കഥ കഴിഞ്ഞു. ജനിച്ചതേതാണ്? ശരീരം. അത് മരിച്ചേ പറ്റും. ഞാനെന്ന ഭാവം അതും ഒരർത്ഥത്തിൽ ആത്മാവിൽ നിന്ന് പൊന്തിയതാണ്. അത് ദിവസേന അപ്രത്യക്ഷമായേ പറ്റൂ. ഉറക്കത്തിൽ നമ്മുടെ ജീവഭാവം, ഞാനെന്നുള്ള ജീവഭാവം പൊലിഞ്ഞു പോകുന്നു. നമുക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ആത്മാവാണ്. ജീവഭാവമാണ് നമ്മിൽ പൊന്തിയത്. അത് അപ്രത്യക്ഷമാവുകയും ചെയ്യും. പകലുറങ്ങിയാലും രാത്രി ഉറങ്ങിയാലും ഞാനിനെ മറന്ന് മാത്രമേ നമുക്ക് ഉറങ്ങാൻ പറ്റൂ. തന്നെ മറക്കുന്നതാണ് വാസ്തവത്തിൽ ഉറക്കമെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ശ്രുതികളുടെ പിന്തുണയും ഈ ആശയത്തിന് ഉണ്ട്. അഭാതായാം ജഗദ്ഭ്രാന്തൗ ഭൂതഭാവസ്വയം ഭവന് യസ്സ ബ്രഹ്മമയഃ പ്രോക്തഃ സംഭവോ നസയോ നിജഃ. ഇനി ബ്രഹ്മമയമായ സൃഷ്ടി എന്താണെന്ന് പറയാം. രണ്ട് തരത്തിലുള്ള സൃഷ്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മമയം, അതുപോലെ ഭ്രാന്തിമയം, ഇങ്ങനെ രണ്ടിനെ പറഞ്ഞു. പക്ഷെ ആദ്യം വിവരിച്ചത് രണ്ടാമത്തെ ഭ്രമാത്മകമായ, ഭ്രാന്തി ഉണ്ടെന്ന് തോന്നുന്ന സൃഷ്ടിയെയാണ്. ഇനി ആദ്യം പറഞ്ഞ ബ്രഹ്മമയമായ സൃഷ്ടി എന്താണെന്ന് പറയുന്നു. അഭാതായാം ജഗദ്ഭ്രാന്തൗ. ജഗത്തെന്ന ഭ്രമം ഉദിക്കുന്നതിന് മുമ്പ്, ജഗത്ത് പ്രകാശിക്കുന്നതിന് മുമ്പ് ഭൂതഭാവ സ്വയംഭവന്, ജഗത്തുണ്ടാകുന്നതിന് മുമ്പ് പൊന്തിയവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഉള്ളിലുള്ള ജീവഭാവം. നമുക്ക് ശേഷമാണ് പ്രപഞ്ചം ഉണ്ടായത്. നമ്മൾ പ്രപഞ്ചത്തിൻ്റെയും ബീജമാണ്. ഞാനില്ലെങ്കിൽ ലോകമില്ല. എന്താ സംശയമുണ്ടോ? പ്രപഞ്ചമോ ആദ്യം, എൻ്റെ ഉള്ളിലുള്ള ജീവഭാവമോ ആദ്യം, ദൃശ്യമോ ആദ്യം, ദ്രഷ്ടാവോ ആദ്യം? ദ്രഷ്ടാവ് മാത്രമേ ആദ്യം ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളൂ. ദ്രഷ്ടാവ് ഉള്ളത് കൊണ്ടാണ് അയാൾ മറ്റൊന്നിനെ കണ്ടത്. ആ കാണപ്പെട്ടതിൻ്റെ പേരാണ് ദൃശ്യം. അല്ലാതെ ദ്രഷ്ടാവിന് മുമ്പേ തന്നെ ദൃശ്യം പൊന്തി എന്ന് പറഞ്ഞാൽ അതിനെ ദൃശ്യമെന്ന് അംഗീകരിക്കാൻ ഒരാൾ വേണ്ടേ? അവൻ ദൃശ്യം പൊന്തുന്നതിന് മുമ്പ് ഉണ്ടായവനാവണ്ടേ? നിങ്ങൾ എങ്ങനെയൊക്കെ ആലോചിച്ചാലും, ഏതൊക്കെ തരത്തിൽ യുക്തിചിന്ത ചെയ്താലും
ദൃശ്യത്തിന് മുമ്പ് ദ്രഷ്ടാവ് ഉണ്ടായേ പറ്റൂ. ആദ്യമുണ്ടായത് ദ്രഷ്ടാവ്, പിന്നീടുണ്ടായതാണ് ദൃശ്യം. ദ്രഷ്ടാവിൻ്റെ മുമ്പിലാണ് ദൃശ്യം ഉള്ളതുപോലെ കാണപ്പെടുന്നത്. ദൃശ്യത്തിൻ്റെ മുമ്പിൽ ദ്രഷ്ടാവ് ഉള്ളവനാവുന്നില്ല. ദൃശ്യമല്ല ദ്രഷ്ടാവിനെ അറിയുന്നത്, ദ്രഷ്ടാവാണ് ദൃശ്യത്തെ അറിയുന്നത്. അതുകൊണ്ട് ദ്രഷ്ടാവ് ആദ്യം ഉണ്ടായേ പറ്റൂ. ദ്രഷ്ടാവ് നമ്മൾ തന്നെയാണ്, നമ്മുടെ ഉള്ളിലുള്ള ജീവഭാവം. ആ പ്രപഞ്ചം എന്നുള്ള സങ്കല്പം പൊന്തുന്നതിന് മുമ്പ്, ദൃശ്യം പ്രപഞ്ചം ആവിർഭവിക്കുന്നതിന് മുമ്പ് ജീവഭാവം പൊന്തിയേ പറ്റൂ. വേറെ ഒരു സാധ്യതയും നമുക്ക് പറയാൻ പറ്റില്ല. ആ ജീവഭാവം സ്വയം പരമാത്മാവിൽ നിന്ന് സങ്കല്പരൂപത്തിൽ പൊന്തുന്നു. തനിയേ ഉണ്ടായതാണ് ഈ ജീവന്മാർ. ബ്രഹ്മദേവനല്ല ജീവന്മാരെ സൃഷ്ടിച്ചത്. ഈ ബ്രഹ്മാവ് തന്നെ ഒരർത്ഥത്തിൽ സമഷ്ടി ജീവനാണ്. ജീവന്മാരെ സൃഷ്ടിച്ചത് ബ്രഹ്മദേവനല്ല, ജീവന്മാർക്ക് അനുഭവിക്കാനുള്ള ലോകത്തെയാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത്. അല്ലാതെ ജീവന്മാരെ സൃഷ്ടിക്കാനുള്ള ശക്തിയൊന്നും ബ്രഹ്മദേവനില്ല. ജീവന്മാർ ആത്മാവിൻ്റെ അംശങ്ങളാണ്. ആത്മാവിൽ നിന്ന് വെറുതെ ഭ്രമരൂപത്തിൽ പൊന്തിയവരാണ് ഈ ജീവന്മാർ. ആ ജീവന്മാരുടെ ഭോഗത്തിന് വേണ്ടി അവരുടെ ഉള്ളിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളും ഉണ്ടായി. ആ ആഗ്രഹങ്ങളെയൊക്കെ അനുഭവിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ബ്രഹ്മദേവൻ ലോകങ്ങളെ സൃഷ്ടിച്ചു. യസ്സ ബ്രഹ്മമയ പ്രോക്ത സംഭവോ നസ യോനിജഃ. ജീവൻ്റെ ഉത്പത്തി അതാണ് വാസ്തവത്തിൽ ബ്രഹ്മമയമായ സൃഷ്ടി. കാരണം ബ്രഹ്മത്തിൽ നിന്ന് നേരിട്ട് പൊന്തിയവരാണ് ജീവന്മാർ. ഇടയ്ക്ക് വേറെ ആരുമില്ല. ഈ ജീവനെ സൃഷ്ടിച്ച ആരുമില്ല. ജീവൻ സ്വയംഭുവായി പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മദേവനും അങ്ങനെയാണല്ലോ പ്രത്യക്ഷപ്പെട്ടത്. ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതാര്? മഹാവിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ ഒരു ദിവസം പെട്ടെന്ന് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. താൻ ആരാണെന്ന് അദ്ദേഹത്തിന് പിടികിട്ടിയില്ല. 4 വശത്തും നോക്കി. അപ്പോഴാണ് തപ 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 എന്നുള്ള ശബ്ദം കേട്ടത്, അശരീരി കേട്ടത്. തപസ്സു ചെയ്യൂ, തപസ്സു ചെയ്യൂ, അന്തർമുഖനാകൂ, അപ്പോൾ നിനക്കറിയാൻ പറ്റും നീ എവിടെ നിന്നാണ് പൊന്തിയത് എന്നുള്ള കാര്യം. അങ്ങനെ ബ്രഹ്മദേവൻ അന്തർമുഖനായപ്പോഴാണ് മഹാവിഷ്ണുവിൻ്റെ നാഭികമലത്തിലാണ് താൻ ജനിച്ചത് എന്ന സത്യം ബ്രഹ്മദേവന് പിടികിട്ടിയത് എന്നാണ് ഭാഗവതം പറയുന്നത്. ശ്രീമദ് ഭാഗവതം ഇങ്ങനെയാണ് ബ്രഹ്മദേവൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. ആ ബ്രഹ്മദേവൻ നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നമ്മളൊക്കെ കൊച്ചു ബ്രഹ്മാക്കളാണ് എന്നർത്ഥം. നമുക്ക് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. സന്താനങ്ങളെ സൃഷ്ടിച്ചത് നമ്മളാണ്. കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ. ബ്രഹ്മദേവൻ അനന്തമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, പ്രപഞ്ച പദാർത്ഥങ്ങളെ സൃഷ്ടിച്ചു. നമ്മൾ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് രൂപം നൽകുന്നു. ഇത്രയേ ഉള്ളൂ. സാന്ദർഭികമായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ഇൻ്റർനെറ്റും ഈ വാട്സപ്പും യൂട്യൂബും എല്ലാം ഇൻ്റർനെറ്റിനെ ബേസ് ചെയ്താണല്ലോ. ഇത് എത്ര കണ്ട് നമ്മുടെ ഇളം തലമുറയെ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിനുള്ള പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയാണ്. അവൻ പറയുകയാണ്, ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ്? അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിയെ സ്വപ്നത്തിൽ കെട്ടിപ്പിടിക്കുന്നതായിട്ടും ഉമ്മ വയ്ക്കുന്നതായിട്ടും കണ്ടു. ആ സ്വപ്നം ഈ കുട്ടിയോട് പറഞ്ഞു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല. എന്താണ് ഈ ദാമ്പത്യ ജീവിതം എന്നുള്ളതൊന്നും അറിയത്തില്ല. അവൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന സമപ്രായക്കാരിയായ ഒരു പെൺകുട്ടിയെ സ്വപ്നത്തിൽ ആലിംഗനം ചെയ്യുന്നതായിട്ടും ഉമ്മ വയ്ക്കുന്നതുമായിട്ടുമൊക്കെ അവൻ കാണാൻ ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദി. ഈ സമൂഹമാണ് ഉത്തരവാദി. ഞാൻ ഒരു സത്യം പറയാം. 10ാം ക്ലാസ് വരെ
എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഈ ദാമ്പത്യ ജീവിതം എന്നുള്ളതിനെക്കുറിച്ച്. 10ാം ക്ലാസ് വരെ ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് പൈതൽ. പ്രീ ഡിഗ്രിക്ക് പോയതിന് ശേഷമാണ് മറ്റു കുട്ടികളുമായിട്ടൊക്കെ നമ്മൾ ഇടപഴകാൻ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ പതുക്കെ പതുക്കെ പിടികിട്ടിയത് എന്തൊക്കെയാണ് ഈ ലോകത്തിൽ. അതുവരെ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ കുട്ടികളുണ്ടാവൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, സത്യം. കാരണം നമ്മൾ ഈ ലോകത്തിൽ കാണുന്നവരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകുന്നവരാണ്. അവിഹിത ഗർഭത്തെക്കുറിച്ച് നമുക്ക് കുട്ടികളായിരിക്കുമ്പോൾ അറിയത്തില്ല. അപ്പോൾ കല്യാണം എന്നുള്ള ചടങ്ങ് നടന്നാൽ മാത്രമേ സന്താനങ്ങൾ ജനിക്കുകയുള്ളൂ എന്നാണ് ഞാൻ 10ാം ക്ലാസ് വരെ വിചാരിച്ചിരുന്നത്. സത്യമാണ്, അമ്മയാണ് സത്യം. എനിക്കറിയത്തില്ലായിരുന്നു. 10ാം ക്ലാസ്സിൽ പ്രത്യുത്പാദനവും ഗർഭധാരണവും എന്ന് പറഞ്ഞൊരു പാഠം ബയോളജിയിലുണ്ട്. പക്ഷേ അതിനകത്ത് നിന്ന് ഒന്നും കിട്ടത്തില്ല. അത് എങ്ങനെയാണ് ഒരു കുഞ്ഞ് രൂപപ്പെടുന്നത്, ഒരു കുട്ടി രൂപപ്പെടുന്നതിന് മുമ്പ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും അതിൽ പറയുന്നില്ല. അതൊരു ശാരീരിക ശാസ്ത്രം മാത്രമാണ്. അതിൽ നിന്ന് നമുക്കൊന്നും ദാമ്പത്യത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ യുവതലമുറയില്ല, ഇളം തലമുറ, പിഞ്ചു കുട്ടികൾ, അവരുടെ മനസ്സ് എത്ര കണ്ട് കലുഷമായിരിക്കുന്നെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും. എന്താ കാരണം? ഈ മൊബൈൽ തന്നെ ഓൺലൈൻ ക്ലാസ്, അവൻ്റെ അമ്മയെ കെട്ടിക്കാനുള്ള ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഈ മൊബൈൽ വാങ്ങിച്ച് കയ്യിൽ കൊടുക്കും. ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇല്ലാത്തതൊന്നുമില്ല. നല്ലതും ചീത്തയുമായിട്ടുള്ള സർവ്വതും ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന പുല്ലിൻ്റെ അകത്തുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയും, പുല്ലെന്ന് തന്നെ പറയും. അല്ല, അത് സാങ്കേതിക വിദ്യയല്ലേ, അതില്ലാതെ ഇപ്പോൾ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. സ്കൂളിന് ഡിസ്ട്രിക്ട് കളക്ടർ അവധി കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിലാണ് അവർ ക്ലാസ് എടുക്കുന്നത്. സ്കൂളിൽ വരാൻ പാടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണല്ലോ അവധി കൊടുക്കുന്നത്. ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ പാടില്ല എന്ന് കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ കയറണമെങ്കിൽ മൊബൈൽ കൂടിയേ തീരൂ. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരായിരിക്കും, അവർക്ക് പ്രത്യേക മൊബൈലുണ്ട്. ഇവനെങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ കയറും? അപ്പോൾ ഇവന് പ്രത്യേക ഇവനോ ഇവൾക്കോ ഒരു പ്രത്യേക മൊബൈൽ വാങ്ങിച്ചു കൊടുക്കണം. ഇവൻ എന്തൊക്കെയാണ് അതിൽ നോക്കുന്നതെന്നുള്ളത് ആർക്കറിയാം? ഇളം തലമുറയെ പഴിചാരിയിട്ട് കാര്യമില്ല. യുവതലമുറ നശിച്ചു പോകാൻ കാരണം നമ്മുടെ സമൂഹമാണ്. നമ്മൾ ഓരോരുത്തരും അതിന് ഉത്തരവാദികളാണ്. പക്ഷേ വ്യക്തികൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മഹാവിപത്തിൽ നിന്ന് ഇളം തലമുറയെ രക്ഷിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ചിലർ പറയുന്നത് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാം, പക്ഷേ നമ്മുടെ സാന്നിധ്യത്തിൽ വേണം കുട്ടികൾ ആ മൊബൈൽ ഉപയോഗിക്കാൻ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. കുട്ടികളുടെ പുറകെ നിൽക്കാൻ പറ്റുമോ മാതാപിതാക്കൾക്ക്? ഞാൻ എന്തിനെ ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, എത്ര കണ്ട് നമ്മുടെ സമൂഹം, പ്രത്യേകിച്ചും ഈ ഇളം തലമുറ, യുവതലമുറ അധപ്പതിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ നേർക്കുനേർ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നേരിട്ട് ഉള്ള അനുഭവമാണ്, ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല. പിന്നെ നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊന്നും ഇല്ലാത്തതാണ്, ഇതൊക്കെ മായയുടെ ഉള്ളിലാണ് എന്ന് കരുതി നമുക്ക് സമാശ്വസിക്കാം. അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ കണ്ടുപിടിച്ച ഏതൊരു കണ്ടുപിടുത്തത്തിനും നല്ലതും ചീത്തയുമായ വശങ്ങൾ ഉണ്ടായിരിക്കും. അത് ആണവോർജമായാലും മറ്റെന്ത് കണ്ടുപിടുത്തമായാലും മനുഷ്യനിർമ്മിതമാണോ അതിനൊരു പ്ലസ്സും മൈനസും ഉണ്ടാവും. എപ്പോഴാണോ മൈനസ് പ്ലസ്സിനേക്കാളും കൂടുതലാവുന്നത് അപ്പോൾ ആ കണ്ടുപിടുത്തം വേണ്ട എന്ന് വയ്ക്കാൻ മനുഷ്യൻ തയ്യാറാകണം. നന്മയെക്കാളും തിന്മയാണ് കൂടുതലെങ്കിൽ നമുക്ക് ആ നന്മ വേണ്ടെന്ന് വയ്ക്കുന്നതല്ലേ നല്ലത്? നന്മ വേണ്ടെന്ന് വയ്ക്കുന്നതല്ലേ ബുദ്ധി? തിന്മയാണ് കൂടുതൽ. അങ്ങനെ തിന്മ കൂടിക്കൂടി വരികയാണ്. ഈ സാങ്കേതിക വിദ്യയും ഇതൊക്കെ എന്നും ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവസാനം നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ ചെന്നെത്തും. അതായത് ഗുരുകുല വിദ്യാഭ്യാസവും വീട്ടിൽ തന്നെ ആഹാരം പാകം ചെയ്യലും
സ്വിഗ്ഗിയും സൊമാറ്റോ ഒന്നും ഇല്ലാതെ അവനവൻ്റെ വീട്ടിൽ നേരാൻ വണ്ണം എന്തെങ്കിലും വച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം ഈ അടുത്തിടെയൊന്നും ഉണ്ടാവുമെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. എന്നാലും തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിക്കണം എന്നുള്ളതാണ് പ്രപഞ്ച നിയമം. അതുകൊണ്ട് ഇതൊക്കെ മാറും, ഇതൊന്നും ശാശ്വതമല്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അബാധായാം ജഗദ്ഭ്രാന്തൗ, പ്രപഞ്ചം എന്ന ഭ്രമം അനുഭവപ്പെടുന്നതിന് മുൻപ് ഭൂതഭാവ സ്വയംഭവന്, ജീവഭാവം ആത്മാവിൽ നിന്ന് പൊന്തി. ആ ജീവസൃഷ്ടിയെ, ജീവന്മാർ പൊന്തുന്നതിനെയാണ് ബ്രഹ്മമയമായ സൃഷ്ടി എന്ന് പറയുന്നത്. അത് യോനിജമായ ഒരു സൃഷ്ടിയല്ല. ഏതെങ്കിലും ഒരു ശരീരത്തിൽ നിന്നല്ല ഈ ജീവൻ പുറത്തു വന്നത്. ജീവഭാവം ബ്രഹ്മത്തിൽ നിന്ന് നേരിട്ട് ഭ്രമരൂപത്തിൽ പൊന്തിയതാണ്. നിത്യമുക്ത ബ്രഹ്മണഃ കദാപ്യഭാതായാമേവ ജഗദ്ഭ്രാന്തൗ സ്വയമേവ വിവർത്തതയാ സർഗാദൗ ജീവഭാവേന ഭവൻ യശ്ചതുർവിധ ഭൂതഭാവഃ. നിത്യമുക്തമായ ബ്രഹ്മം എപ്പോഴോ ജഗത്ത് എന്ന ഭ്രമം പൊന്തുന്നതിന് മുമ്പ് സ്വയമേവ തന്നെത്താൻ വിവർത്തതയാ, വിവർത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് യാതൊരു പരിണാമവും സംഭവിക്കാതെ തന്നെ സൃഷ്ടിയുടെ ആരംഭത്തിൽ സർഗാദവും ജീവഭാവേന ഭവന്, ജീവഭാവത്തോടുകൂടി പൊന്തി ചതുർവിധ ഭൂതഭാവ. അങ്ങനെയാണ് ജീവൻ്റെ സൃഷ്ടി അല്ലെങ്കിൽ ജീവൻ്റെ ആവിർഭാവം. അത് തനിയെ പൊന്തിയതാണ്. അതാണ് പിന്നെ ശരീരങ്ങളെ സങ്കല്പിച്ച് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് 4 തരത്തിലുള്ള ജീവശരീരങ്ങൾ ഈ ലോകത്ത് കാണപ്പെടുന്നത്. ഏതാണ് ആ 4 തരത്തിലുള്ള ജീവശരീരങ്ങൾ എന്ന് ചോദിച്ചാൽ, ജരായുജം, അണ്ടജം, സ്വേദജം, ഉദ്ഭിജം. ഇങ്ങനെ 4 തരത്തിലുള്ള ജീവികൾ ഈ ലോകത്തിലുണ്ട്. ജരായുജം എന്ന് പറഞ്ഞാൽ ഗർഭകോശത്തിൽ നിന്ന് ജനിക്കുന്നവ, അതായത് കുഞ്ഞുങ്ങളായി പ്രസവത്തിലൂടെ പുറത്തു വരുന്ന ജീവികൾ. അണ്ടജം എന്ന് പറഞ്ഞാൽ ആദ്യം മുട്ടയായി ജനിക്കും, വീണ്ടും മുട്ടയിൽ നിന്ന് മുട്ട പൊട്ടിച്ച് പുറത്തു വരും. ഇങ്ങനെ 2 തരം, 2 പ്രാവശ്യം ജനിക്കുന്ന ജീവികളെയാണ് ദ്വിജങ്ങൾ എന്ന് പറയുന്നത്. ദ്വിജം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ജനിക്കുന്നത്. ഒന്ന് മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, എന്നിട്ട് മുട്ട പൊട്ടിച്ച് രണ്ടാമതും പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണ് പക്ഷികളുടെ അവസ്ഥ. ചില പാമ്പുകൾ, മുട്ടയിടുന്ന പാമ്പുകളുണ്ട്, പ്രസവിക്കുന്ന പാമ്പുകളുമുണ്ട്. മിക്കവാറും മുട്ടയിടുന്ന പാമ്പുകളാണ് കൂടുതൽ. അണലിയെ പോലെയുള്ള ചില പാമ്പുകൾ മാത്രമേ പ്രസവിക്കുന്നുള്ളൂ. അവയുടെ എണ്ണം വളരെ കുറവാണ്. അണലി പ്രസവിക്കുന്ന പാമ്പാണ്, മുട്ടയിടുന്ന പാമ്പല്ല. സാധാരണ ഈ ഉരകങ്ങളൊക്കെ മുട്ടയാണ് ഇടാറുള്ളത്. മുതല, ചീങ്കണ്ണി, വീട്ടിലുള്ള പല്ലി, ഓന്ത്, അരണ, ഇങ്ങനെയുള്ള ഉരകങ്ങൾ, സർപ്പങ്ങൾ, ആമ, മുയലില്ല കേട്ടോ. ആമ എന്ന് പറയുമ്പോൾ മുയലിനെ പോലെ എടുക്കരുത്. ആമയും മുയലും അത് കഥയിലാണ്. അപ്പോൾ 4 തരത്തിലുള്ള ജീവികൾ ഇതാണ്. ജരായുജം, ഒരു ഗർഭകോശത്തിൽ നിന്ന് കുഞ്ഞായി തന്നെ പുറത്തു വരുന്നവ. അണ്ടജം, മുട്ടയായി മാതൃശരീരത്തിൽ നിന്നും പുറത്തു വരുന്നവ. സ്വേദജം, വിയർപ്പ് അല്ലെങ്കിൽ മാലിന്യം, അഴുക്ക്, അതിൽ നിന്ന് ജനിക്കുന്നവ. പേൻ, കൊതുക്, മൂട്ട, ചെള്ള, ഇങ്ങനെയുള്ള ജീവികൾ, അതെല്ലാം സ്വേദജമാണ്. അഴുക്കുണ്ടെങ്കിൽ അഴുക്കിൽ നിന്ന് ഇങ്ങനെയുള്ള ജീവികൾ തനിയെ ഉണ്ടാവും, ആരും പ്രസവിച്ചിട്ടല്ല. മാലിന്യം എന്നുള്ള ആ മാലിന്യ ചുറ്റുപാടുകളിൽ തനിയെ ഉണ്ടാവും. ജീവഭാവം പ്രകടമാകുന്നു. നമുക്കെന്തോ ചെയ്യാൻ പറ്റും? അതാണ് സ്വേദജം. പിന്നെ ഭൂമി പിളർന്ന് മുകളിലേക്ക് വരുന്ന സസ്യലതാദികൾ, വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, അതെല്ലാം, അതാണ് ഉദ്ഭിജം. ഇങ്ങനെ 4 തരം ജീവികൾ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നു. ചതുർവിധ ഭൂതഭാവ സ ബ്രഹ്മമയ ഇത്യർത്ഥ. അത് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം വായിക്കാം.
ഏവം സ്ഥിതേ സമശകോ ജഗദ്ഭ്രാന്തിവശോത്ഥിതഃ നതു ബ്രഹ്മോത്ഥിതസ്തസ്യ രാമചേഷ്ടാക്രമം ശൃണു. ഒരു കൊതുകിൻ്റെ കഥയാണ് ആര് പറഞ്ഞുകൊണ്ടിരുന്നത്? അഗ്നിദേവൻ വിപശ്ചിത്തിനെ അല്ലെങ്കിൽ ഭാസനെ പറഞ്ഞു കൽപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് രാമൻ വസിഷ്ഠനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. വസിഷ്ഠനാണ് ഈ സൃഷ്ടിക്രമത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഏവം സ്ഥിതേ സമശകഃ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കൊതുകാരാണ്? അസുരൻ എന്ന പേരോട് കൂടിയ ഒരു പ്രാണി സങ്കല്പത്തിലൂടെ ഒരു കൊതുകായി മാറി. ഒരു മുനിയുടെ ശാപം കാരണമായിട്ടാണ് കൊതുകായി ജനിക്കാനിടയായത്. ആ മശകം അല്ലെങ്കിൽ കൊതുക് ജഗദ്ഭ്രാന്തി വശോത്ഥിത, പ്രപഞ്ചം സത്യമാണെന്ന് സങ്കല്പിക്കാൻ തുടങ്ങി. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. തനിക്ക് ഒരു ശരീരമുണ്ട്, കൊതുകിൻ്റെ ശരീരമുണ്ട് എന്ന് ആ അസുരൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചിത്ത് സങ്കല്പിച്ചു. അങ്ങനെയാണ് കൊതുകായി മാറിയത്. നതു ബ്രഹ്മോത്ഥിതസ്തസ്യ രാമചേഷ്ടാക്രമം ശൃണു. അത് ബ്രഹ്മമയമായ സൃഷ്ടിയല്ല, ജീവൻ്റെ സൃഷ്ടിയാണ്. ജീവൻ തനിക്ക് ചുറ്റും ഒരു ശരീരമുണ്ട്, ഇതെൻ്റെ ശരീരമാണ് എന്നൊക്കെ അനുഭവിക്കുന്നത് ജീവസൃഷ്ടിയാണ്. അതാണ് യോനിജമായ സൃഷ്ടി എന്ന് പറയുന്നത്. ബ്രഹ്മസൃഷ്ടി എന്ന് പറയുന്നത് ഈ ജീവൻ്റെ ആവിർഭാവമാണ്. ഞാനെന്ന ഭാവം പൊന്തുന്നു, അതിനെയാണ് ബ്രഹ്മമയമായ സൃഷ്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കൊതുകിൻ്റെ ജനനം ബ്രഹ്മസൃഷ്ടിയല്ല, അത് ജീവസൃഷ്ടിയാണ്. ആ കൊതുക് ഇനി എന്താണ് ചെയ്തത്? അതിൻ്റെ ചേഷ്ട. കൊതുക് എന്താ ചെയ്യുന്നത്? അത് ഓഫീസിൽ പോവുമോ, കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുമോ? അതൊന്നുമല്ല. കൊതുകിനും ചേഷ്ടയുണ്ട്. എല്ലാറ്റിനും അതാതിൻ്റേതായിട്ടുള്ള കർമ്മങ്ങളുണ്ടല്ലോ. അതിൻ്റെ ചേഷ്ടയുടെ ക്രമത്തെ ഞാൻ പറയാം, കേട്ടോളൂ. സച ആജാനസിദ്ധൈഹി കപിലസനകാദിഭിരേവാനുഭൂയതേ ന അജ്ഞൈർമശകാദിഭിരിതി ഭ്രാന്തിജയേവ പ്രകൃതോ മശകസംഭവ ഇത്യാശയേന. ഒരു കൊതുകിൻ്റെ ശരീരത്തെ അത് ഭ്രമത്തിലൂടെയാണ് അനുഭവിക്കുന്നത്, സങ്കല്പത്തിലൂടെ എന്നർത്ഥം. പക്ഷേ ജന്മനാ സിദ്ധന്മാരായി ചില മഹർഷിമാർ ജനിക്കുന്നുണ്ട്. അവർ ജന്മം കൊണ്ട് തന്നെ ജ്ഞാനികളാണ്. ജന്മനാ ജ്ഞാനത്തോടു കൂടി അവർക്ക് ജീവഭാവം ഉണ്ടെങ്കിലും താൻ ബ്രഹ്മമാണെന്ന് ജനിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയവരാണ്. അങ്ങനെയുള്ള യോഗീശ്വരന്മാരുണ്ട്. കപിലൻ, സനകാദികൾ മുതലായവ. കപില മഹർഷി, സനകാദികൾ 4 പേരാണ്. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. ആ സനകാദികളും കപിലനും ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ജന്മങ്ങൾ ബ്രഹ്മത്തിൽ നിന്ന് നേരിട്ട് പൊന്തിയവരാണ്. അവരുടെ ഉള്ളിലും ജീവഭാവമുണ്ടെങ്കിലും അവർ ജന്മനാ ജ്ഞാനികളാണ്. ഞാൻ ബ്രഹ്മമാണ് എന്ന് അവർ ആ ജീവഭാവം പൊന്തിയപ്പോൾ തന്നെ അവർ മനസ്സിലാക്കി. അതായത് ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനികളെന്നർത്ഥം. അവർ ഈ ജനന പരമ്പരകളിലൂടെ കടന്ന് കാലക്രമത്തിൽ മുക്തരല്ല, ജനിക്കുമ്പോൾ തന്നെ മുക്തരായി ജനിച്ചവർ. അവരുടെ സൃഷ്ടി വേറെയാണ്, അത് ബ്രഹ്മമയമായ സൃഷ്ടിയാണ്. അവരെ നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. നമ്മളൊക്കെ കൊതുകിൻ്റെ ഇനത്തിൽപ്പെട്ടവരാണ്. നമുക്ക് ചുറ്റും സങ്കല്പത്തിലൂടെ ഓരോ ശരീരത്തെ ഭാവന ചെയ്ത് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അജ്ഞന്മാരല്ല ഈ കപിലൻ, സനകൻ, സനകാദികൾ തുടങ്ങിയവർ. മശകങ്ങൾ, കൊതുകുകൾ മുതലായവ അജ്ഞാനികളാണ്, നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ ആ ജനിക്കുമ്പോൾ തന്നെ ജന്മനാ സിദ്ധപുരുഷന്മാരായി ജനിച്ചവർ, അവരുടെ സൃഷ്ടി ഭ്രാന്തിജമല്ല. അവർ ബ്രഹ്മത്തിൽ നിന്ന് ജ്ഞാനത്തോടു കൂടി തന്നെ ജനിച്ച വിശേഷപ്പെട്ട ജന്മങ്ങളാണ്. അപ്പോൾ അവരുടെ കാര്യമല്ല പറയുന്നത്, കൊതുകിൻ്റെ കാര്യം, അജ്ഞാനിയായ ജീവന്മാരുടെ കാര്യമാണ് പറയുന്നത്. ഏവമിതി ഭാസോപക്രാന്ത കഥാശേഷം വസിഷ്ഠ സ്വയമേവ ഉത്സാഹാത് ശ്രാവയതി തസ്യേതി. ഭാസനാണ് കഥ പറയാൻ തുടങ്ങിയത്. അവസാനം വസിഷ്ഠ മഹർഷി അത് ഏറ്റുപിടിക്കുകയാണ് ചെയ്തത്. മഹാശവം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് അഗ്നിദേവൻ
ഭാസന് വർണ്ണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒരു അസുരൻ എന്ന പേരോട് കൂടിയ ഒരു പ്രാണിയുടെ കഥ, ആ മഹാശവത്തിൻ്റെ വർണ്ണനയുടെ ആരംഭമാണ് ഈ അസുരൻ എന്നുള്ള പ്രാണി. അത് മുനിയുടെ ശാപം കാരണമായിട്ട് ഒരു കൊതുകായി ജനിച്ചു. ആ കഥയുടെ ഇടയ്ക്കാണ് രാമൻ ചോദ്യം ചോദിക്കുന്നത്. വസിഷ്ഠ മഹർഷി ബാക്കിയുള്ള കഥ തുടരുകയാണ് ചെയ്യുന്നത്. ഇനി ആ ഭാസനെ കൊണ്ട് പറയിക്കുന്നില്ല, കാരണം സർവജ്ഞനാണല്ലോ, കുറേ നേരമായിട്ട് പാവം പറയുകയാണല്ലോ. ബാക്കി കഥ ഞാൻ പറയാം. വസിഷ്ഠ മഹർഷിക്ക് എന്തെന്നില്ലാത്തൊരു ഉത്സാഹം തോന്നി ജീവൻ്റെ ഉത്പത്തിയെക്കുറിച്ച് വർണ്ണിക്കാൻ. അതിന് അനുകൂലമായിട്ട് ശ്രീരാമന് ഒരു ചോദ്യം ചോദിച്ചുവല്ലോ. അപ്പോൾ ഭാസൻ തുടങ്ങി വെച്ച ആ കഥയുടെ ബാക്കി വസിഷ്ഠൻ സ്വയം ഉത്സാഹം കാരണമായി രാമനെ പറഞ്ഞു കേൾപ്പിക്കുന്നു. അതാണ് കൊതുകിൻ്റെ ചേഷ്ട, ആ കൊതുകിൻ്റെ ജീവിതം. ഒരു കൊതുക് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയാം, കേട്ടോളൂ. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാണ്ട് ഈ കൊതുകുകളെ പോലെ തന്നെയാണ്. കൊതുകിന് 2 ദിവസമേ ഉള്ളൂ ആയുസ്. നമുക്ക് ചിലപ്പോൾ 100 120 കൊല്ലം ആയുസ് ലഭിച്ചേക്കാം, അല്ലെങ്കിൽ 80 85 ഒക്കെ തട്ടിപ്പോയേക്കാം. എന്നാലും കൊതുകുകൾക്ക് സമാനരാണ് നമ്മൾ. ജീവിതം എന്നുള്ളത് എടുത്തു നോക്കിയാൽ ഒരു കൊതുക് ജീവിതത്തിൽ എന്താണോ ചെയ്യുന്നത് അതല്ല മനുഷ്യർ ചെയ്യുന്നത്. പക്ഷേ പല കാര്യങ്ങളിലും കൊതുകിനും മനുഷ്യർക്കും സമാനതകളുണ്ട്. എന്താണ്? കൊതുക് ജനിക്കുന്നു, മനുഷ്യരും ജനിക്കുന്നു. കൊതുക് പല സ്ഥലങ്ങളിലും പാറി നടക്കുന്നു. എന്തൊക്കെയോ ചില ചെടികളുടെ ചാറോ അല്ലെങ്കിൽ പഴങ്ങളുടെ ചാറോ ഒക്കെ ഇങ്ങനെ ഊറ്റി കുടിക്കുന്നു. ചില കൊതുകുകൾ രക്തം വലിച്ചൂറ്റി കുടിക്കുന്നു. മനുഷ്യർ ജ്യൂസ് കുടിക്കുന്നു. അത്രയേ ഉള്ളൂ, സ്ട്രോ വെച്ച് ജ്യൂസ് കുടിക്കുന്നു. അവയും കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നു. കൊതുക് മുട്ടയാണ് ഇടുന്നത്, വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. മലിനജലത്തിൽ മുട്ടയിട്ട് പെരുകുന്ന ഒരു ഇനമാണ് ഈ കൊതുകെന്ന് പറയുന്നത്. മനുഷ്യർ പ്രസവിക്കുന്നു. കൊതുക് പല സ്ഥലങ്ങളിലും പാറി നടക്കുന്നു. മനുഷ്യർ വിദേശ പര്യടനത്തിന് പോകുന്നു. ഇല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ പല സ്ഥലങ്ങളിലും ഈ ചുറ്റിക്കാണാനായിട്ട് മനുഷ്യരും വീട്ടിൽ നിന്ന് യാത്രയാവുന്നു. കൊതുക് ഒരു ദിവസം മരിച്ചു പോകുന്നു, മനുഷ്യനും ഒരു ദിവസം മരിച്ചു പോകുന്നു. അല്ല, കാര്യമായിട്ട് എന്ത് വ്യത്യാസമാണ് ഒരു കൊതുകിൻ്റെ ജീവിതത്തിനും മനുഷ്യൻ്റെ ജീവിതത്തിനും തമ്മിലുള്ളത്? ഒന്നും പറയുമോ? കൊതുകിന് വേഷമില്ല, കൊതുക് സമരം ചെയ്യാറില്ല. യോഗവാസിഷ്ടം ക്ലാസ്സിനും വരുന്നില്ല, അതിന് പറഞ്ഞാലൊട്ട് മനസ്സിലാവുകയില്ല. ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായി കൊതുകും മനുഷ്യനും തുല്യം തന്നെ. എന്നാലും ഒരു കൊതുക് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് വസിഷ്ഠ മഹർഷി രാമനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ക്ഷമേക്ഷു ഷഷ്പ കക്ഷാദി പുഞ്ചഗുഞ്ചേഷു ഗുഞ്ചത സ്വായുഷോർദ്ധം ദിനം തേന സർവം ഭുക്തം വിവൽഗത. ക്ഷമ ഇക്ഷു ഷഷ്പ കക്ഷാദി പുഞ്ചഗുഞ്ചേഷു ഗുഞ്ചത. ഗുഞ്ചനം എന്ന് പറഞ്ഞാൽ മൂളുക എന്നർത്ഥം. കൊതുക് ചെവിയുടെ അടുത്ത് വന്ന് കൊതുക് മൂളുകയല്ല ചെയ്യുന്നത്. കൊതുകിൻ്റെ ചിറകിൻ്റെ ചലനം അതിവേഗത്തിൽ സ്പന്ദിക്കുന്നു കൊതുകിൻ്റെ ചിറകുകൾ. അതാണ് കൊതുകിൻ്റെ മൂളൽ പോലെ നമ്മൾ കേൾക്കുന്നത്, അല്ലാതെ അത് മൂളുന്നതല്ല. ഭ്രമരം മൂളുന്നില്ലെന്നാലും ഭ്രമരത്തിൽ നാം കൽപ്പിക്കും. ഭ്രമരം വണ്ടാണ്. വണ്ട് മൂളുന്നു എന്ന് പറയുന്നു, കൊതുകും മൂളുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ മൂളുക എന്നുള്ളത് അത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയില്ല, അതിൻ്റെ ചിറകുകളുടെ ചലനമാണ്. ചിറകിൻ്റെ ചലനത്തിൻ്റെ ശബ്ദമാണ് മൂളൽ പോലെ നമ്മൾ കേൾക്കുന്നത്. ഇതുപോലെ ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നില്ല. ഈശ്വരനിൽ സൃഷ്ടികാരകത്വം നമ്മൾ ആരോപിക്കുന്നു. ഭഗവാൻ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല, സൃഷ്ടിക്കേണ്ട കാര്യമില്ല. ഈ നശിച്ച ലോകത്തെ എന്തിന് അദ്ദേഹം സൃഷ്ടിക്കണം? എവിടെ നോക്കിയാലും ദുഃഖവും ദുരിതവും മാത്രം. ദുരിതപൂർണമായ ഒരു ജീവിതം, ഉണ്ടായി നശിക്കുന്ന ഒരു ലോകത്തെ അനശ്വരനായ ജീവൻ എന്തിനു സൃഷ്ടിക്കണം? ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന് നമുക്കറിയാത്തത് കൊണ്ട്
ഈശ്വരൻ്റെ അക്കൗണ്ടിൽ ഇരിക്കട്ടെ അത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭഗവാന് സൃഷ്ടികർത്തൃത്വം ആരോപിക്കുന്നു. വാസ്തവത്തിൽ ഭഗവാൻ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല. അദ്ദേഹത്തിൽ സൃഷ്ടി ഉള്ളതുപോലെ തോന്നുന്നു. അത് ജീവന്മാരുടെ ഭ്രമമാണ്. പിന്നെ ഭഗവാനോട് ഭക്തി ഉണ്ടാവാനും നമ്മയൊക്കെ കാത്തു രക്ഷിക്കുന്നത് അദ്ദേഹമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ ഭഗവാനോട് ഭക്തി ഉണ്ടാകൂ. എന്നാലല്ലേ നമുക്ക് സ്കൂളിലെ അസംബ്ലിയിൽ പാടാൻ പറ്റൂ. ദൈവമേ കൈതോഴാം കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം, നിന്നെ ഞാനെന്നുമേ കാണുമാറാകണം, ദുഷ്ടസംസർഗം വരാതെ കാത്തിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം. അങ്ങനെ പോകുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതായിരുന്നു പ്രാർത്ഥനാ ഗാനം അസംബ്ലിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ പല പ്രാർത്ഥനാ ഗാനങ്ങളും മാറി. ആകാശങ്ങളിൽ അലകടലുകളിൽ നീർപ്പോളകളായി അലയുന്ന ഗോളസമൂഹ സഹസ്രങ്ങളിൽ നടമാടും കതിരേ പൊൻകതിരേ, എന്നുടെയുള്ളിൽ നിറഞ്ഞു വിളങ്ങും പുണ്യപ്പൊരുളെ പരമ്പൊരുളെ, എന്നും നേർവഴി കാട്ടുക നീയൻ ഉള്ളിൽ വസന്ത പുലരൊളിയായി. പല പ്രാർത്ഥനാ ഗാനങ്ങളും ഒക്കെയായി. ഇനിയിപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ, കാണിച്ചു തരാം, പ്രതികാരം ചെയ്യും, അടിച്ചു തകർക്കും. അതൊക്കെ പ്രാർത്ഥനാ ഗാനമായി മാറിയാലും ആശ്ചര്യപ്പെടാനില്ല. ആ എല്ലാറ്റിനെയും എല്ലാം ശരിയാക്കി കളയുന്നാണ് പറയുന്നത്. എല്ലാം ഉണ്ടല്ലോ. അപ്പം നമുക്ക് കൊതുകിൻ്റെ ജീവിതചര്യ, ഈ കൊതുക് എവിടെയൊക്കെയാണ് കാണുന്നത്? ക്ഷമ ഭൂമിയിൽ, ഇക്ഷു കരിമ്പിൻ്റെ തണ്ട്, ആ ഇല, ഇതൊക്കെ കരിമ്പിന് നല്ല മധുരമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഈ കൊതുകുകൾ സാധാരണ കാണപ്പെടുന്നത്. ഷഷ്പം പുല്ല്, അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ മറവുള്ള സ്ഥലങ്ങളിലാണ് ഈ കൊതുകുകളെ സാധാരണ നമുക്ക് കാണാൻ കഴിയുക. പുഞ്ചഗുഞ്ചേഷു ഗുഞ്ചത, ചെടികൾ ധാരാളം വളർന്നിട്ടുള്ള പൊന്തക്കാടുകൾ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഈ കൊതുകുകൾ കാണപ്പെടുന്നത്. അവ ഇങ്ങനെ മൂളിപ്പാട്ടും പാടി നടക്കും. പാടുന്നതല്ല, അത് പറക്കുമ്പോൾ ഒരു മൂളൽ പോലെ കേൾക്കും. സ്വായുഷോർദ്ധം ദിനം തേന, 2 ദിവസമേ ആയുസുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ദിവസം ഇതുപോലെ ഈ ചെടികളുടെ ഇടയ്ക്കും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് എന്തെങ്കിലും കിട്ടുന്ന ചില ദ്രാവകങ്ങളൊക്കെ ഇങ്ങനെ ഊറ്റി കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. അർത്ഥം ദിനം തേന സർവം ഭുക്തം വിവൽഗത. ക്രമേണ ആ കൊതുക് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് കൊതുകിൻ്റെ വളർച്ചയുടെ കാലമാണ്. മുട്ടയിൽ നിന്നിങ്ങനെ വന്നിട്ട് അത് പതുക്കെ പതുക്കെ വളർന്ന് ചെറിയ 2 ചിറകുകളോട്, എത്ര ഉണ്ടെന്നറിയില്ല, 2 ആണോ 4 ആണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, ആ ചിറകുകളോടുകൂടി പാറി നടക്കാൻ തുടങ്ങും. അങ്ങനെ അതിൻ്റെ ആയുസിൻ്റെ പകുതി പോകും. 2ാമത്തെ ദിവസമാണ് അതിൻ്റെ കുടുംബജീവിതം ആരംഭിക്കുന്നത്. 2ാമത്തെ ദിവസം തന്നെ അതിൻ്റെ കട്ടയും പടവും മടക്കുകയും ചെയ്യും. കാരണം മൊത്തം 2 ദിവസമേ ഉള്ളൂ ആയുസ്. ഒക്കെ വ്യാഖ്യാനത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. ക്ഷമായാം ഭൂമൗ, ക്ഷമ എന്നുള്ള വാക്കിന് ഭൂമി എന്നർത്ഥമുണ്ട്. എല്ലാം സഹിക്കുന്നുണ്ടല്ലോ പാവം ആ ഭൂമിദേവി. മനുഷ്യരുടെ കൊള്ളരുതായ്മകളെല്ലാം സഹിച്ചുകൊണ്ട് നമ്മെ ശിക്ഷിക്കാതെ നമുക്ക് വേണ്ട ആഹാരമൊക്കെ ചെടികളുടെയും സസ്യങ്ങളുടെയും രൂപത്തിൽ ഈ ഭൂമിദേവിയാണല്ലോ തരുന്നത്, ഒരു മാതാവിനെ പോലെ. അപ്പോൾ ആ ക്ഷമ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഇക്ഷു ഗുൽമേഷു, കരിമ്പിൻ കാടുകൾ, കരിമ്പിൻ തോട്ടങ്ങൾ. ഷഷ്പേഷു ബാലതൃണേഷു, ഇളം പുല്ലുകൾ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് കൊതുകുകൾ കാണപ്പെടുന്നത്. കാശമുഞ്ചാതി കക്ഷാതി പുഞ്ചേഷു, ചില ചെടികൾ, ഉദാഹരണത്തിന് കാശിത്തുമ്പ എന്നൊക്കെ പറയും, ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ, അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് കൊതുകുകളെ കാണാം. മുഞ്ഞപ്പുല്ല്, തറയിൽ വളരുന്ന ഒരു തരം പുല്ലാണ് മുഞ്ഞ, അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഗുഞ്ചന്തി. ഗുഞ്ചന്തി എന്ന് പറഞ്ഞാൽ മൂളുന്നു.
മൂളലുമായിട്ട് ഇങ്ങനെ നടക്കും. അവ്യക്തധ്വനിം കുർവന്തി, അവ്യക്തമായ ഒരു ശബ്ദം, അതിനെയാണ് നമ്മൾ മൂളൽ എന്ന് പറയുന്നത്. അങ്ങനെ ശബ്ദിച്ചുകൊണ്ട് മശകാഹ, ഏതൊരു കൊതുകുകളുണ്ടോ, തേഷു സ്വയമപി ഗുഞ്ചത തഥാ ധ്വനത, അവ തനിയെ ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കുകയാണ്, ആരും പറഞ്ഞിട്ടല്ല. വിവൽഗത ക്രീഡത, അവർക്ക് രസമാണ്, അവർ കളിക്കുകയാണ് ചെയ്യുന്നത്. തേന മശകേന, അങ്ങനെ ഈ കൊതുകുകളാൽ ദിനദ്വയാത്മകസ്യ സ്വായുഷോർദ്ധം ഏകം ദിനം സർവം ഭുക്തം, 2 ദിവസം മാത്രം ആയുസ്സുള്ള കൊതുകുകളുടെ നേർപകുതി, അതായത് അവർ ജനിച്ച അന്ന് ആ ദിവസം ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൂടെ കടന്നു പോകുന്നു. അത് വളർച്ചയാണ്, വളർച്ചയും കുറേ കളിയും. കൊച്ചുകുട്ടികളെ പോലെ, കൊച്ചുകുട്ടികൾ ജനിച്ചിട്ട് ആദ്യം കുറേ വർഷങ്ങളിങ്ങനെ 4 കാലിലഴഞ്ഞ് കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ, ചിരിക്കുകയും കളിക്കുകയൊക്കെ. അതുപോലെ ഒരു ദിവസം സന്തോഷത്തോടു കൂടി ഈ കൊതുകുകൾ ജീവിക്കുന്നു. ശാദ്വലോദര ദോലായാം ദോലനം ബാലലീലയാ ചിരമാരബ്ധമേതേന സാർദ്ധം മശികയാ സ്വയം. ശാദ്വലം എന്ന് പറഞ്ഞാൽ പുൽത്തകിടി. പുൽത്തകിടിയുടെ അതിൽ വളർന്നിട്ടുള്ള ധാരാളം പുല്ലുകൾ, ആ പുല്ലിൻ്റെ ഇലകളിൽ ഇങ്ങനെ ഊഞ്ഞാലാടി കളിക്കും ഈ കൊതുകുകൾ. ഇങ്ങനെ നിന്ന് ആടും അതിൻ്റെ ഇലകളിൽ നിന്നുകൊണ്ട്. ഒരു രസമാണ് അതിന്. ചില കൊതുകുകൾ ഇങ്ങനെ ഉണ്ടെന്ന് തുള്ളുന്നത് പോലെ. അങ്ങനെ ഊഞ്ഞാലാടി കളിക്കും. ദോലനം ബാലലീലയ, കൊച്ചു കുട്ടികളാണേ കൊതുകിൻ്റെ കുട്ടികൾ. അപ്പോൾ കുട്ടികൾ കളിക്കുന്നത് പോലെ അത് അങ്ങനെയൊക്കെ കളിക്കും. ചിരമാരബ്ധമേതേന സാർദ്ധം മശികയാ സ്വയം. അങ്ങനെ അവയുടെ ജീവിതം തുടങ്ങുന്നു. ആദ്യത്തെ ദിവസം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. 2ാമത്തെ ദിവസമാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത്. ഒരു പെൺകൊതുകുമായി ഈ ആൺകൊതുക് ജീവിതം ആരംഭിക്കുന്നു, ദാമ്പത്യം. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ ഈ ദാമ്പത്യം. കല്യാണം കഴിക്കുന്നത് നമ്മൾ മാത്രമാണ്. കൊതുകുകളും മറ്റ് ജീവികളും ഒന്നും കല്യാണം കഴിക്കുന്നില്ല, താലി കെട്ടുന്നില്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ആ ചടങ്ങുകളൊക്കെ മനുഷ്യർക്ക് മാത്രമാണ്. പക്ഷെ ദാമ്പത്യം എന്നുള്ളത് എല്ലാ ജീവികൾക്കും പൊതുവാണ്. അങ്ങനെ ഒരു മശിക എന്ന് പറഞ്ഞാൽ പെൺകൊതുക്, മശകം എന്ന് പറഞ്ഞാൽ ആൺകൊതുക്. ഒരു മശികയോടുകൂടി, ഒരു പെൺകൊതുകിനോടുകൂടി ഈ ഒരാൺകൊതുക് ജീവിതം ആരംഭിക്കുന്നു. തതോ ദ്വിതീയ ദിനചേഷ്ടാമഹ, അങ്ങനെയാണ് 2ാമത്തെ ദിവസം ആരംഭിക്കുന്നത്. മശികയാ ഭാര്യയാ സാർദ്ധം, എൻ്റെ ഭാര്യ എന്നാണ്. ഈ ജീവികൾക്കൊക്കെ അതാതിൻ്റെ ഇണകളോട് വലിയ ഇഷ്ടമാണ്. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ മാത്രമേ ഭാര്യയെ പോറ്റുന്നുള്ളൂ, ഭാര്യയോട് സ്നേഹമായിട്ട് കഴിയുന്നുള്ളൂ. അങ്ങനെയൊന്നുമല്ല. ജീവികളുടെ ഇടയിലും അതിശക്തമായ ഹൃദയബന്ധങ്ങളുണ്ട്. ആണിനെ രക്ഷിക്കാൻ പെൺജീവി തൻ്റെ ജീവിതം ബലി കൊടുക്കും. അതുപോലെ തന്നെ തൻ്റെ ഇണയ്ക്ക് വേണ്ടി ജീവിതത്തെ ബലി കൊടുക്കുന്ന ആൺജീവികളുമുണ്ട്. അതൊക്കെ ഇല്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി തള്ളപ്പക്ഷി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, യൂട്യൂബിലും ഇതിലൊക്കെ വരുന്നുണ്ടല്ലോ. മാതൃത്വം, താൻ മരിക്കുമെന്നുള്ളത് അറിയാം, എന്നാലും തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം. പ്രകൃതിയാണ് എല്ലാറ്റിനും കാരണം. ഈ മാതൃഭാവത്തെ ഉള്ളിൽ ജനിപ്പിക്കുന്നത് ഈശ്വരനാണ്, പ്രകൃതിയാണ്. അപ്പോൾ 2ാമത്തെ ദിവസം ദാമ്പത്യം ആരംഭിക്കുന്നു. ആ 2ാമത്തെ ദിവസം തന്നെ അവരുടെ ജീവിതവും അവസാനിക്കും. ദോലാശ്രമാർത്ഥസ്തത്രാസൗ യാവദ് വിശ്രാമ്യതി ക്വചിത് താവദ്ധരിണ പാദാഗ്രഗിരിപാദേന ചൂർണിതഃ. ഇങ്ങനെ ഭാര്യയുമായിട്ട് മധുവിധുവൊക്കെ ആഘോഷിച്ച് ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഊഞ്ഞാലാടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു ചെടിയുടെ ചെറിയ ഇലയിൽ തൂങ്ങി ഈ ഭാര്യയും ഭർത്താവും കൂടെ, അതായത് ആൺകൊതുകും പെൺകൊതുകും കൂടെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അങ്ങനെ തളർന്നിട്ട് ഊഞ്ഞാലാടി തളർന്നിട്ട് വിശ്രമിക്കുമ്പോഴാണ് എന്തു സംഭവിക്കുന്നത്? താവദ്ധരിണ പാദാഗ്ര ഗിരിപാദേന ചൂർണിതഃ. ആ പ്രദേശത്ത് ഒരു ഹരിണം, മാൻ എവിടെ നിന്നോ വന്നു. അതിൻ്റെ
കാലുകൊണ്ടുള്ള പാദം കൊണ്ടുള്ള ചവിട്ടേറ്റിട്ട് ഈ കൊതുക് ഇല്ലാതായി, നശിച്ചുപോയി. ഒറ്റ ചവിട്ട്, മാനിൻ്റെ ഒരു പാദപ്രഹരം കൊണ്ട് ചൂർണം പോലെയായി ഈ കൊതുക്, പൊടി പോലെയായി തീർന്നു. ആഘോഷിച്ചുകൊണ്ടിരുന്നതാണ് ജീവിതം. അതിനെ നശിപ്പിക്കാൻ ഒരു മാൻ എവിടെ നിന്നോ എത്തി. ആ മാനിൻ്റെ ചവിട്ടേറ്റ് ഈ കൊതുകിൻ്റെ അന്ത്യം സംഭവിച്ചു. ഹരിണപാദാഗ്രമേവ മചകദൃഷ്ട്യാ ഗിരിസ്തത്പാദേന. ഒരു പർവ്വതം ഒരു മനുഷ്യൻ്റെ പുറത്തുകൂടെ എങ്ങനെയാണോ ഇടിഞ്ഞു വീഴുന്നത്, താമരശ്ശേരി ചുരത്തിലൊക്കെ സംഭവിക്കുന്നതാണ്. മുകളിൽ നിന്ന് വലിയ വലിയ പാറകൾ, മണ്ണും കല്ലുമൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മല മനുഷ്യൻ്റെ പുറത്തുകൂടെ ഇടിഞ്ഞു വീണാൽ എങ്ങനെയോ അതുപോലെയാണ് കൊതുകിന് ഒരു മാനിൻ്റെ പാദം കൊണ്ടുള്ള പ്രഹരം. എന്തോ ഒരു സാധനം വന്നു, ദാ കിടക്കുന്നു. കൊതുകിൻ്റെ കഥ കഴിഞ്ഞു. ഈച്ച എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നിട്ടുണ്ട്. ഒരു ഈച്ച ഒരാളെ ഇട്ട് ദ്രോഹിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് തമിഴിൽ വന്ന സിനിമയുടെ ഡബ്ബിങ്ങാണ്, തെലുങ്കാണ്. അതിന് തമിഴിലും ഡബ് ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും ഡബ് ചെയ്തിട്ടുണ്ട്. ഒരു ഈച്ച എങ്ങനെയാണ് ഒരാളോട് പ്രതികാരം ചെയ്യുന്നത് എന്നുള്ളത് നല്ല രസമാണ് അത് കാണാൻ. ഈച്ച എന്നാണ് അതിൻ്റെ പേര്. അതെ, ഒരാൾ വേറൊരാളെ കൊല്ലും, അയാൾ വീണ്ടും ഈച്ചയായിട്ട് ജനിച്ച് തൻ്റെ മരണത്തിന് പ്രതികാരം ചോദിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഒരു ഗിരിപാദം പോലെ, ഒരു പർവ്വതം ഇടിഞ്ഞ് തൻ്റെ പുറത്തൂടെ വീണതുപോലെ ആ കൊതുകിന് തോന്നി. കൊതുകിൻ്റെ കഥ അങ്ങനെ ഒരു മാനിൻ്റെ ചവിട്ടേറ്റ് കഴിഞ്ഞു. പക്ഷേ ഈ കൊതുക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ ചവിട്ടിയപ്പോൾ അവസാന നിമിഷം ചവിട്ട് കൊണ്ടിട്ട് ഇതിങ്ങനെ ആ മാനിനെ നോക്കി. മാനിൻ്റെ രൂപം ഈ കൊതുകിൻ്റെ മനസ്സിൽ പതിഞ്ഞു. അടുത്ത ജന്മം മാനായി ജനിച്ചു. ഇങ്ങനെയാണ് ജീവൻ ഓരോരോ ജന്മങ്ങൾ സ്വീകരിക്കുന്നത്. ഹരിണാനന സന്ദർശത്യക്ത പ്രാണതയാതയാ പൂർവക്രമഗൃഹീതാക്ഷ സജാതോ ഹരിണസ്തതഃ. ഹരിണത്തിൻ്റെ ആനനം, മുഖം, ആ മാനിൻ്റെ മുഖം ഇതിൻ്റെ ഈ പ്രാണൻ വേർപെടുന്ന സമയത്ത് ഈ കൊതുക് കാണാനിടയായി. പ്രാണൻ ഉപേക്ഷിക്കുമ്പോൾ ആ രൂപത്തെയാണ് ആ കൊതുക് കണ്ടത്. അതുകൊണ്ട് ആ രൂപം മനസ്സിൽ പതിഞ്ഞു പോയതുകൊണ്ട് അടുത്ത ജന്മം ഈ കൊതുക് ഒരു മാനായി ജനിച്ചു. പൂർവ ക്രമഗൃഹീതാക്ഷ. നേരത്തെ ഈ കൊതുകായിട്ട് ജനിച്ചത് മഹർഷിയുടെ ശാപം കാരണമായിട്ടാണ്. പക്ഷേ അവിടെയും ആ അസുരൻ്റെ ഉള്ളിലുള്ള ജീവഭാവം കൊതുകിൻ്റെ ശരീരത്തെ ഭാവനയിലൂടെ നിർമ്മിക്കുകയാണ് ചെയ്തത്. അതുപോലെ അതേ ക്രമമനുസരിച്ച് ഇപ്പോൾ മാനിൻ്റെ രൂപത്തെ കൊതുകിൻ്റെ മനസ്സ് ഒപ്പിയെടുത്തു. അടുത്ത ജന്മം മാനായി ജനിച്ചു. ഒരു ഹരിണമായി ഈ കൊതുക് ജനിച്ചു. ആനനഗ്രഹണേന സമ്പൂർണോ ഹരിണാകാരോ ലക്ഷ്യത്തെ. കൊതുകിൻ്റെ മാനിൻ്റെ മുഖത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ മാനിൻ്റെ രൂപത്തെ ഈ മശകം കാണാനിടയായി. തസ്യ യസ് സന്ദർശഃ സമ്യക് സ്മരണകാലേ ഭാവനം. മരിക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് പ്രാണൻ പിരിയുന്ന വേളയിൽ ആ മാനിൻ്റെ രൂപത്തിൽ മനസ്സ് ഏകാഗ്രപ്പെട്ടു. തേന ത്യക്തഃ പ്രാണഃ യേന തത്തയ. അങ്ങനെ ശരീരം ത്യജിച്ചതുകൊണ്ട് പൂർവം മശകദേഹഗ്രഹണേ ഉക്തോ യഹ് ക്രമഃ. എങ്ങനെയാണോ അസുരൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചിത്ത് കൊതുകിൻ്റെ രൂപത്തെ ഭാവനയിലൂടെ ദൃഢപ്പെടുത്തി അതിനെ അനുഭവിച്ചത്, അതേ ക്രമമനുസരിച്ച് തേനൈവ ക്രമേണ ഗൃഹീതാനി അക്ഷാണി ബാഹ്യ അന്തഃകരണാനി ഏന. ഇങ്ങനെ മനസ്സ് ഏകാഗ്രപ്പെടുന്നു. ഒരു രൂപത്തിൽ മനസ്സ് മുറുകെ പിടിക്കുമ്പോൾ, പറ്റിപ്പിടിക്കുമ്പോൾ ആ മനസ്സിന് ചുറ്റും ആ രൂപം ശരീരമായി കാണപ്പെടും. ഇങ്ങനെയാണ് ഓരോ ജീവിയും ജനിച്ച് മറ്റോരോ ജീവികളാവുന്നത്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന ഒരു ശ്ലോകം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. യോ യോ യാം യാമല്ല,
യം യം വാവിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവഭാവിതഃ. കൃഷ്ണൻ ഗീതയിലെ അർജുനനെ പറഞ്ഞു കൽപ്പിക്കുന്ന ശ്ലോകമാണ്. യോ യോ ഭാവം അല്ല യം യം ഭാവം യം യം വാവിസ്മരൻ ഭാവം. ഒരാൾ മരിക്കുന്ന വേളയിൽ ഏതേത് ഭാവത്തെയാണോ സ്മരിക്കുന്നത്, ത്യജത്യന്തേ കളേബരം. കളേബരം ശരീരം. ശരീരത്തെ പ്രാണൻ വെടിയുന്ന വേളയിൽ ഏതൊരു ഭാവത്തെയാണോ ഒരു ജീവൻ്റെ മനസ്സ് അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഭാവത്തിൽ ഏകാഗ്രപ്പെടുന്നത്, തം തമേവൈതി കൗന്ദേയ, അതേ ഭാവത്തെ ആ ജീവൻ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശരീരം തനിക്ക് ലഭിച്ചതായി അത് കാണാൻ തുടങ്ങുന്നു. അതിനെയാണ് നമ്മൾ പുനർജന്മം എന്ന് പറയുന്നത്. സദാ തദ്ഭാവഭാവിതഃ. എന്തുകൊണ്ടാണ് ഒരു ജീവന് മരിക്കുന്ന വേളയിൽ ഒരു പ്രത്യേക രൂപം മനസ്സിൽ തെളിയുന്നത് എന്ന് ചോദിച്ചാൽ, അതിനെയാണ് അത് ജീവിതം മുഴുവൻ കൊണ്ടു നടന്നത്. ദൃഢമായി സങ്കല്പിച്ച് ആവർത്തിച്ച് ഒരേ ഭാവത്തെ ജീവിതത്തിൽ ദൃഢപ്പെടുത്തി ആ ഭാവമായിരിക്കും മരണവേളയിൽ മനസ്സിൽ പൊന്തി വരിക. അതുകൊണ്ട് ഇതൊന്നും ചിന്തിച്ച് ജീവിതത്തെ പാഴാക്കരുത്. ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ അവിടെ ഉണ്ടാവും. അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും ബാങ്കിലുള്ള ഡെപ്പോസിറ്റും എല്ലാം അവിടെ ഉണ്ടാവും. അതൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കരുത്. അതൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന അതിനനുസരിച്ചുള്ള ഒരു ജന്മം എടുക്കാൻ നാം നിർബന്ധിതരാകും. അങ്ങനെ വീണ്ടും പുനർജനിക്കേണ്ടി വരും. വീണ്ടുമല്ല, അങ്ങനെ പുനർജനിക്കേണ്ടി വരും. കാരണം ജീവിതം മുഴുവൻ നമ്മൾ എന്തിനെയാണോ താലോലിക്കുന്നത്, സ്നേഹപൂർവം പ്രേമപൂർവം കൊണ്ട് നടക്കുന്നത്, എനിക്ക് വേണം, അത് എൻ്റെതാണ്, എനിക്കതില്ലാതെ പറ്റില്ല എന്ന് അരക്കിട്ടുറപ്പിക്കുന്നത്, ആ ഭാവം മരണവേളയിൽ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും പൊന്തി വരും. ആ രൂപത്തിനനുസരിച്ച് നമുക്കൊരു പുതിയ ശരീരം ലഭിക്കുകയും ചെയ്യും. സോ ബി കെയർഫുൾ. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഭഗവാൻ അല്ലാതെ വേറൊന്നിനെയും സ്മരിക്കരുത്. മറ്റുള്ളതൊന്നും സ്മരിക്കാൻ കൊള്ളില്ല. ഒക്കെ നശ്വരങ്ങളായ വസ്തുക്കൾ, നശിച്ചു പോകുന്നവ. നാമരൂപങ്ങൾ നശ്വരങ്ങളാണ്. അതിനെയൊന്നും ചിന്തിച്ച് പാഴാക്കാനുള്ളതല്ല നമ്മുടെ മനുഷ്യ ജന്മം. അതുകൊണ്ട് ഭഗവാനെ തന്നെ ചിന്തിക്കുക. സർവേഷു കാലേഷു മാമനുസ്മരയുധ്യച. എപ്പോഴും എന്നെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കൂ. സത്യത്തെ വിചിന്തനം ചെയ്തുകൊണ്ട് വേണം ജീവിക്കാൻ. അല്ലെങ്കിൽ വേണ്ടാത്തതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കടന്നുകൂടും. അതിനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് മോൻ, മോൾ, പേരക്കുട്ടികൾ ഇതിനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് അപ്പൂപ്പനും അമ്മൂമ്മയും അതേ കുടുംബത്തിൽ മക്കളായി ജനിക്കുന്നത്. എന്തുകൊണ്ട്? ആ പരിതസ്ഥിതി വിട്ടു പോകാൻ ഇഷ്ടമില്ല. ഇതൊന്നും കണ്ട് തൃപ്തിയായിട്ടില്ല. എൻ്റെ കുട്ടികളെ ഒന്നും വിട്ടു പോകാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം ചെയ്യൂ, ആ കുട്ടികളുടെ കുട്ടികളായി നിങ്ങൾ ജനിക്കൂ. വേറെ എന്താ മാർഗം? ശരീരം പോയി, ശരീരത്തിൽ നിന്ന് പ്രാണൻ പുറത്തേക്ക് കടന്നു. ആ പരിസ്ഥിതി വിട്ട് നമുക്ക് പുറത്തു പോകാൻ മനസ്സ് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് അതേ പരിതസ്ഥിതിയിൽ തുടരണമെങ്കിൽ ആ കുട്ടികളുടെ കുട്ടികളായി ജനിക്കണം, പേരക്കുട്ടിയായി ജനിക്കണം. ഇങ്ങനെയാണ് അപ്പൂപ്പനും അമ്മൂമ്മയും പേരക്കുട്ടികളായി ജനിക്കുന്നു എന്നുള്ള സങ്കല്പം നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നത്. അതുകൊണ്ട് സത്യത്തെ മാത്രമേ വിചാരിക്കാവൂ. മറ്റുള്ള ചിന്തകൾക്ക് നമ്മുടെ മനസ്സിൽ ഇടം നൽകരുത്. ഇടം നൽകിയാൽ അതിൻ്റെ ഫലം അനുഭവിക്കും. വീണ്ടും ജനിക്കേണ്ടി വരും. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത്. സിൽക്ക് സ്മിതയെ വിചാരിച്ചുകൊണ്ട് മരിച്ച ഏതെങ്കിലും സിനിമാ നടന്മാരെയോ നടികളെയോ ലോകസുന്ദരികളെയോ ഒക്കെ വിചാരിച്ചുകൊണ്ട് മരിച്ച ചിലപ്പോൾ ഒരു സുന്ദരിയായി ജനിക്കേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം അതിലാണല്ലോ മനസ്സ് ഏകാഗ്രപ്പെട്ടത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും ചിന്തിക്കാൻ യോഗ്യമല്ല. ഈശ്വരൻ മാത്രമാണ്
നമ്മുടെ ചിന്തയിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. അപ്പോൾ കൊതുകിൻ്റെ പുനർജന്മമാണ് ഈ മാൻ. അങ്ങനെ അത് രക്ഷപ്പെടുവോ ഇല്ലെങ്കിൽ ഇനിയും മറ്റ് പരമ്പരകളിലേക്ക് ആ ജീവൻ കടക്കുന്നോ എന്നുള്ള കാര്യം നമുക്ക് നാളെ വായിക്കാം. നാളെയും ശങ്കരമഠത്തിൽ തന്നെ ഇവിടെ തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്. പിന്നെ അടുത്ത ശനിയും ഞായറും ഓണക്കാലമായതുകൊണ്ട് നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ഓണമൊക്കെ അടിച്ചു പൊളിച്ച് പായസമൊക്കെ അധികം കുടിക്കാതെ പരിമിതമായി മാത്രം കഴിച്ച് ഷുഗർ കൂടാതെ ഓണം ആഘോഷിക്കണം എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ഇന്ന് നമുക്ക്